നമ്മളെല്ലാവരും ഇന്ന് ഉറക്കമുണർന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണല്ലേ. മലയാളത്തിന്റെ മഹാനടനെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അതുല്യനായ കലാകാരൻ ശ്രീ ശ്രീനിവാസൻ ഇന്ന് മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, മലയാള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത്? ഒറ്റ കാഴ്ചയിലെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ കാഴ്ചക്കാരനെ മടുപ്പിക്കുന്ന സിനിമകൾ ഉണ്ടായിരുന്ന പഴയ കാലത്തും ഈ കാലത്തും കാഴ്ചക്കാരനെ സ്ക്രീനിന് മുമ്പിൽ ഒന്നിലധികം തവണ പിടിച്ചിരുത്തിയ മായാജാലത്തിന്റെ പേരായിരുന്നു നടൻ ശ്രീനിവാസൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നാടോടിക്കാറ്റ്, സന്ദേശം, മഴയത്തു മുൻപേ, ചിന്താവിഷ്ടിയായ ശ്യാമള, കിളിച്ചുണ്ടൻ മാമ്പഴം, മിഥുനം, അങ്ങനെ ഒരു കൂട്ടം സിനിമകൾ മലയാളികൾ ഓർത്തു വെച്ചിരിക്കുന്നത്. സാധാരണക്കാരന് വേണ്ടിയാണ് അദ്ദേഹം എന്നും കഥകൾ എഴുതിയത്. സാധാരണക്കാരന്റെ ജീവിതവുമായി ഒരുപാട് കണക്റ്റ് ആവുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ മഹാനടനായിരുന്നു അദ്ദേഹം. ആദ്യമൊക്കെ അഭിനയിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് തിരക്കഥ എഴുതി തുടങ്ങിയത്. പിന്നീട് തൻ്റെ കഴിവുകളും തൻ്റെ അനുഭവങ്ങളെല്ലാം പങ്കുവെക്കാനുള്ള ഒരു വേദിയായി സിനിമയെ കാണുകയായിരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ അഭിപ്രായങ്ങളെ തുറന്നു കാട്ടാൻ സിനിമയോളം പറ്റിയ മറ്റൊരു വേദിയില്ലെന്ന്. സ്വന്തമായി ഒരുപാട് അഭിപ്രായങ്ങളും അവകാശബോധങ്ങളും അവലോകനങ്ങളും ഒക്കെയുള്ള ആളായിരുന്നു നടൻ ശ്രീനിവാസൻ. ചിരിയിലൂടെ നമ്മെ ചിന്തിപ്പിച്ച, ചിന്തയിലൂടെ നമ്മെ ചിരിപ്പിച്ച മലയാളത്തിന്റെ അതുല്യനായ കലാകാരനെ 1000 പ്രണാമം. മലയാളത്തിന് മാറ്റുരച്ചു നോക്കാൻ മറ്റൊരു ശ്രീനി ഇനി ഉണ്ടാകുമോ എന്ന സംശയം പോലും ബാക്കി വയ്ക്കാതെ എല്ലായിടങ്ങളിലും തൻ്റെതായ കയ്യൊപ്പ് പതിപ്പിച്ചാണ് അങ്ങ് പോയത്. മേ ദ സോൾ റെസ്റ്റ് ഇൻ പീസ്.